Balanagar Technical Institute, Private ITI, Mookkannoor Angamaly. Workshop Calculations and Science for second years. അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് ഫ്രിക്ഷന്റെ പ്രോബ്ലംസ് ആണ്. ഫ്രിക്ഷന്റെ തിയറി പാർട്ട് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഒരു കാര്യം ചെയ്യുക, ആ വീഡിയോ കണ്ടതിന് ശേഷം അത് നന്നായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാവുള്ളൂ. അപ്പോൾ അതിന്റെ ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടതിന് ശേഷം മാത്രം പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോബ്ലംസിലേക്ക് ഇടാം. ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം പറയുന്നത് എ ടാങ്കർ വിത്ത് ലോഡഡ് വെയിറ്റ് ഓഫ് 14500 kg 14,500 kg is running on the road. If the coefficient of friction between tire and road surface is 0.28, find out its force of friction. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിനോട്ട് ചെയ്യുന്ന എഫ് ആണ് നമുക്കറിയാം. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ ആണ് നമുക്കറിയാവുന്നതാണ്. നമ്മൾ അതിൽ തിയറി പാർട്ടിൽ പഠിച്ചതുമാണ്. അപ്പോൾ എഫ് ഈക്വൽ ടു മ്യൂ ആറിനാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ആ ടാങ്കറിന്റെ, അത് 14,500 ആണ്. അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടയറും റോഡും തന്നിട്ടുണ്ട്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പം മ്യൂ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എഫ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമുക്ക് ആദ്യം തന്നെ എഴുതിയിടാം. മ്യൂ ഇക്വൽ ടു 0.08, 0.28, ഡബ്ല്യു ഇക്വൽ ടു 14,500 ഫ്രിക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കണം. ഇനി നമുക്കറിയാവുന്നതാണ് ഡബ്ല്യു എന്ന് പറയുന്നത് ആർ എന്നോട് ഈക്വൽ ആണ്. അപ്പം മ്യൂ ആർ എന്ന ഇക്വേഷനിൽ ആർ എന്ന് പറയുന്നത് ഡബ്ല്യു തന്നെയാണ്. കാരണം താഴേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റ് തന്നെയാണ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എഫ് ഇസിക്കൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ ആണ്. മ്യൂവിന്റെ വാല്യൂ 0.28 ഇൻറ്റു 14,500 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4,060 kg എന്ന് കിട്ടും. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. എ ഫോഴ്സ് ഓഫ് 800 gram weight is needed to pull a block weighing 3,200 gram. വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. മ്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. എ ഫോഴ്സ് ഓഫ് 800 gram. ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 800 gram ആണ്. അതേപോലെ തന്നെ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് പുള്ളി ചെയ്യേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 3,200 gram ആണ്. അതായത് നമുക്ക് വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടി? നമുക്ക് നോർമൽ റിയാക്ഷൻ കിട്ടിക്കഴിയും. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് കിടക്കാം. എഫ് ഇസിക്കൽ ടു 800 gram തന്നിട്ടുണ്ട്, ഡബ്ല്യു 3,200 തന്നിട്ടുണ്ട്, മ്യൂ അറിയില്ല, ഡബ്ല്യു ഇസിക്കൽ ടു ആറിനാണ് നമുക്ക് അറിയുകയും ചെയ്യും. നേരെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. എഫ് ഇസിക്കൽ ടു മ്യൂ ആറിനാണ്. അതിൽ നിന്ന് മ്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇപ്പം മ്യൂ ഇസിക്കൽ ടു എഫ് ബൈ ആർ എൻ. എഫ് നമുക്ക് 800, ആർ എന്ന് പറയുന്നത് 3,200. രണ്ട് ഡിവൈഡ് ചെയ്തു നമുക്ക് 0.25 എന്ന് മ്യൂവിന്റെ വാല്യൂ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് അതേപോലെ തന്നെയാണ്. എ വെയിറ്റ് ഓഫ് 10 kg is resting on a horizontal table and can just moved by a force 2 kg. Find the coefficient of friction. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ മെത്തേഡ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഈ പ്രോബ്ലം നന്നായിട്ട് ശ്രദ്ധിച്ച് തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്ത് കണ്ടുപിടിക്കുക. നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്, മ്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇന്നലെ തൊട്ട് മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം പോലെ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇതിലും അതേ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. എ ഫോഴ്സ് ഓഫ് 40 kg is required to move a mass of 80 kg on a flat surface horizontally at a constant velocity. Calculate the coefficient of friction. ഇവിടെ നമുക്ക് coefficient of friction ആണ് തന്നിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ coefficient of friction കണ്ടുപിടിക്കാൻ വേണ്ടി ഏതൊക്കെ വാല്യൂസ് ആണ്? ഫ്രിക്ഷൻ ഫോഴ്സും വേണം, അതുപോലെ നോർമൽ റിയാക്ഷനും വേണം. നോർമൽ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഏത് രീതിയിലാണ് തന്നിരിക്കുന്നത്? ലോഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ വെയിറ്റിന് നമുക്ക് നോർമൽ റിയാക്ഷൻ എടുക്കാം, ഡബ്ല്യു ഇസിക്കൽ ആറിന് ആയതുകൊണ്ട്. ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് തന്നിട്ട് നേരെ ഫിസിക്കൽ മ്യൂ ആറിന് ഇട്ട് കൊടുക്കുക, മ്യൂസിക്കൽ എഫ് ബൈ ആർ, നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. അടുത്തതിൽ നമ്മൾ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. എ ബോഡി വെയിങ് 100 kg is resting on a table. Find the coefficient of friction if a force of 30 kg makes it just to move. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നെയാണ്. എങ്ങനെയാണ്? ബോഡി ജസ്റ്റ് മൂവ് ചെയ്യുമ്പോഴുണ്ടാവുന്ന സർഫസുകൾ തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ നോർമൽ റിയാക്ഷൻ ഉണ്ടായിരിക്കണം. രണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡബ്ല്യു നമുക്ക് തന്നിട്ടുണ്ട്, ഫ്രിക്ഷൻ ഫോഴ്സ് നമുക്ക് തന്നിട്ട് മ്യൂ കണ്ടുപിടിക്കാം. തൊട്ട് മുമ്പ് ചെയ്ത അതേ പ്രോബ്ലം തന്നെ. ഡബ്ല്യു ഇസിക്കൽ 100 kg ഉണ്ടായിരുന്നു, എഫ് ഇസിക്കൽ 30 kg തന്നിട്ടുണ്ട്, മ്യൂ എന്ന് പറയുന്ന അറിയില്ലായിരുന്നു.
അപ്പോൾ F is equal to mu n mu r എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാം. അതിൽ നിന്ന് mu കണ്ടുപിടിക്കാൻ വേണ്ടി F by R എടുക്കാം. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, ആൻസർ കണ്ടുപിടിക്കുക. സെയിം മെത്തേഡ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് തന്നിരിക്കുന്നത് എ മെറ്റൽ ബ്ലോക്ക് weighing 10 kg rest on a horizontal table. A horizontal force of 2.5 kg can just slide the block. Find the normal reaction, limiting friction and coefficient of friction. അപ്പോൾ ഈ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് ഒരു മെറ്റൽ ബ്ലോക്ക് ഉണ്ട്, 10 kg ആണ് അതിന്റെ വെയിറ്റ്. ഓക്കെ, നമുക്ക് W കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ ഓൺ എ ഹൊറിസോണ്ടൽ ടേബിൾ, ഒരു ഹൊറിസോണ്ടൽ ടേബിളിലാണ് അതിരിക്കുന്നത്. A horizontal force of 2.5 kg can just slide the block. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് നമ്മൾ കൊടുത്തു ആ ബ്ലോക്കിലേക്ക്, ആ ബ്ലോക്ക് അപ്പോൾ എന്ത് ചെയ്തു, അത് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഫൈൻഡ് ദ നോർമൽ റിയാക്ഷൻ, അപ്പോൾ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കണം, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ടാകും എപ്പോഴാണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ലോഡ് ഈക്വൽ ആകുമ്പോഴാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ടാകും. ഇവിടെ നമുക്ക് അപ്ലൈഡ് ലോഡ് എത്രയായിരുന്നു, 2.5 kg ആണ്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ത് തന്നെയായിരിക്കും, 2.5 kg തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നമുക്ക് കിട്ടി. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ലോഡ്, അതായത് F ഈസ് ഈക്വൽ ടു 2.5 kg. അതിന്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട നോർമൽ റിയാക്ഷൻ ഉണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കണം, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കണം. നോർമൽ റിയാക്ഷൻ എന്തിനോട് ഈക്വൽ ആണെന്നാണ് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നത്, നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്കിന്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും. അത് താഴേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റിനോട് തന്നെ ഈക്വൽ ആയിരിക്കും മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ. അപ്പോൾ W ഈസ് ഈക്വൽ ടു R ആണ്. അപ്പോൾ എന്ത് നമുക്ക് കിട്ടി, നോർമൽ റിയാക്ഷൻ കിട്ടി. ഏതാണ് W എത്ര ആയിരുന്നു, 10 kg ആയിരുന്നു. ആ 10 kg തന്നെയാണ് നോർമൽ റിയാക്ഷൻ R എന്ന് പറയുന്നത്. അപ്പോൾ അതും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ mu ആണ് കണ്ടുപിടിക്കേണ്ടത്. mu കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം സ്ലിപ്പിൽ അതേ മെത്തേഡ് തന്നെ F ഈസ് ഈക്വൽ ടു mu R ആണ്. F ഈസ് ഈക്വൽ ടു mu R ആയതുകൊണ്ട് mu ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, F ഡിവൈഡ് ബൈ Rn. F നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 2.5 kg. അതുപോലെ തന്നെ Rn നമ്മൾ ഇപ്പോൾ എങ്ങനെ മനസ്സിലാക്കി, W ഈസ് ഈക്വൽ ടു Rn ആയതുകൊണ്ട് Rn കിട്ടി 10. അങ്ങനെ നമുക്ക് 0.25 എന്ന് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ വുഡൻ ബ്ലോക്ക് weighing 100 kg if the coefficient of friction is 0.3, find out force required to move the block. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്, 100 kg ആണ് അതിന്റെ വെയിറ്റ്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് 0.3, അപ്പോൾ ആ ബ്ലോക്കിന്റെ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഏത് സർഫസുമായിട്ടാണ് അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്, ആ സർഫസുമായിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.3, അതായത് mu. ഫൈൻഡ് ഔട്ട് ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദ ബ്ലോക്ക്. അപ്പോൾ എത്ര വെയിറ്റ് കൊടുക്കണം അല്ലെങ്കിൽ എത്ര ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലോക്കിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ W ഈസ് ഈക്വൽ ടു 100 kg ആണ് നമുക്കറിയാം, ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. mu നമുക്ക് തന്നിട്ടുണ്ട് 0.3 ആണ്. അതേപോലെ തന്നെ കണ്ടുപിടിക്കേണ്ട ഏതാണ്, F ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ F കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് F ഈസ് ഈക്വൽ ടു mu ഇൻറ്റു Rn. Rn എന്തിനോട് ഈക്വൽ ആയിരിക്കും, W നോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ W നമുക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ F ഈസ് ഈക്വൽ ടു mu ഇൻറ്റു Rn. mu നമുക്കറിയാം 0.3 ഇൻറ്റു 100. അപ്പോൾ 30 kg നമുക്ക് എന്ത് കിട്ടി, അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, if a force of 30 Newton is required to move a mass of 35 kg on a flat surface horizontally at a constant velocity, what will be the coefficient of friction? ഇവിടെ നമുക്ക് coefficient of friction തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, നമുക്കിവിടെ ഫോഴ്സ് എന്തിലാണ് തന്നിരിക്കുന്നത്, ന്യൂട്ടണിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തിലായിരിക്കും ഇത് കണ്ടുപിടിക്കേണ്ടത്, ന്യൂട്ടണിൽ തന്നെ എല്ലാ യൂണിറ്റും മാറ്റിയതിന് ശേഷമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എടുത്തെഴുതാം. ഇഫ് എ ഫോഴ്സ് ഓഫ് 30 Newton is required to move a mass of 35 kg. അപ്പം എത്ര ഫോഴ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞത്, 30 Newton. അപ്പോൾ F is equal to 30 Newton. എന്തിനെയാണ് മൂവ് ചെയ്യേണ്ടത്, 35 kg ഉള്ളൊരു ഒബ്ജക്റ്റിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൂവ് ചെയ്യേണ്ടത്. അല്ലെ 35 kg ആണ് മാസ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 35 kg ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ W is equal to 35 kg. W ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, Rn കിട്ടി. ഇനി കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു, mu ആണ്. അപ്പോൾ mu is equal to ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്, ന്യൂട്ടണിലേക്ക് മാറ്റാൻ നേരത്ത് കൺവേർഷൻസിൽ പറയുന്നുണ്ട് 1 kg എന്ന് പറഞ്ഞാൽ എന്താണ്, 9.8 ന്യൂട്ടൺ ആണ്, 9.81 ന്യൂട്ടൺ ആണ്. ഈ ക്വസ്റ്റ്യനിൽ 9.8 ന്യൂട്ടൺ തന്നിരിക്കുന്നതുകൊണ്ടാണ് 9.8 ഇട്ടിരിക്കുന്നത്. 9.81 ന്യൂട്ടൺ ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കുക. ഓക്കെ, അതറിയാവുന്ന വാല്യൂ ആണ് നമുക്ക്. അപ്പോൾ വെയിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വെയിറ്റിനെ ന്യൂട്ടണിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 9.8 കൊണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് നമ്മൾ തിയറിക്കകത്ത് പഠിച്ചതാണ്. അപ്പോൾ 1 kg is equal to 9.81 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ 35 kg എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 9.8 into 35 ആയിരിക്കും.
അങ്ങനെ നമ്മൾ ഇക്വേഷനിലേക്ക് എത്തി. mu is equal to F by R എന്നാണ്. നമുക്കറിയാവുന്ന F is equal to mu R എന്നാണ്. അപ്പോൾ mu എന്ന് പറയുന്നതായിരിക്കും F by R. F നമുക്ക് നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്, ന്യൂട്ടണിലായിരുന്നു. 30 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 35 kg ആയിരുന്നു. kg നെ നമ്മൾ എന്തിലേക്ക് മാറ്റി? ന്യൂട്ടണിലേക്ക് മാറ്റി. അപ്പോൾ എന്ത് തോന്നുന്നു? 35 × 9.81. അത് നമുക്ക് ചെയ്തുമ്പോൾ ആൻസർ എത്ര കിട്ടും? 0.08. ഇതിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ, ആ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മാത്രം. അപ്പം kg നെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യും? ആദ്യം 9.8 കൊണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എ ബ്ലോക്ക് ഓഫ് ഐസ് വെയിങ് 1 quintal rest in equilibrium on a wooden plank inclined at 30 degree. Find the coefficient of friction between the ice and wood. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്രേ ഉള്ളൂ, ഒരു ബ്ലോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. 1 quintal ആണ് അതിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ തന്നെയാണ്. ഇൻക്ലൈൻഡ് ആണ് പക്ഷേ ഇരിക്കുന്നത്. ഒരു ബ്ലോക്ക് ഉണ്ട്, അത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് എവിടെ ഇരിക്കുന്നു? ഒരു സർഫസിൽ ഇരിക്കുന്നു. അതിന്റെ വെയിറ്റ് എത്രയാണ്? 1 ക്വിന്റൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഐസ് ആൻഡ് വുഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സർഫസുകൾ തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ആംഗിളിന്റെ കേസ് ഇവിടെ വന്നു. ആംഗിളിന്റെ കേസ് വരുമ്പോൾ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റീപോസിലൂടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഏത് കേസാണ് വരുന്നത്? ആംഗിൾ ഓഫ് റീപോസ് ആണ് പറയുന്നത്. കാരണം ചരിഞ്ഞാണ് ബോഡി ഇരിക്കുന്നത്. ചരിഞ്ഞ് ബോഡി ഇരിക്കുന്നതുകൊണ്ട് താഴേക്ക് തെന്നി വരാതിരിക്കാനുള്ള ആംഗിളായിട്ട് നമ്മൾ പഠിച്ചതാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ് മ്യൂസിക്കൽ ടാൻ തീറ്റ. ഓക്കെ, മ്യൂസിക്കൽ ടാൻ തീറ്റ ആണ്. അപ്പോൾ മ്യൂസിക്കൽ ടാൻ തീറ്റയിൽ നമുക്ക് എന്തെടുക്കാം? W നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, 1 ക്വിന്റൽ ആണ്. അതേപോലെ തന്നെ W എന്ന് പറയുന്നത് 1 ക്വിന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 kg. തീറ്റ നമുക്ക് 30 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? മ്യൂ കണ്ടുപിടിക്കും. ഇൻഡിക്കേഷൻ നമുക്ക് നേരിട്ട് ഒറ്റ അടിക്ക് തന്നെ എടുക്കാം. മ്യൂസിക്കൽ ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? 30 ഡിഗ്രി കൊടുക്കുക. അപ്പോൾ 30 ഡിഗ്രി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ടാൻ 30 എന്ന് കിട്ടും. ടാൻ 30 ആൻസർ ആണ് നമുക്ക് 0.577 കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ആ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ഓർത്ത് വെക്കേണ്ടത്? ആ മ്യൂ ഇസിക്കൽ ടാൻ തീറ്റയും അതേപോലെ മ്യൂസിക്കൽ ടാൻ ഫൈ ഉണ്ട്. രണ്ടും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതായത് ആംഗിൾ ഓഫ് റീപോസിന്റെ കേസിലും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷന്റെ കേസിലും നമ്മൾ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റിൽ പറയുന്നത് എ ബോഡി ഓഫ് മാസ് 2000 kg മൂവ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meter in 5 seconds. If the coefficient of friction between the body and the floor is 0.3, find the horizontal force required to move the body and horsepower absorbed against friction. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ബോഡി ഉണ്ട്, 2000 kg ആണ് അതിന്റെ മാസ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒരു 10 മീറ്റർ നമ്മൾ മൂവ് ചെയ്യണം 5 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, അപ്പോൾ ആ 10 മീറ്റർ 5 സെക്കൻഡ് കൊണ്ട് മൂവ് ചെയ്യാൻ എത്ര ഫോഴ്സ് നമ്മൾ കൊടുക്കണം, അതേപോലെ തന്നെ എത്ര പവറും അവിടെ ആവശ്യമാണ്. ഓക്കെ, പിന്നെ ബോഡികൾ തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് തന്നിട്ട് 0.3. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ എഴുതി. W ഉണ്ടായിരുന്നു 2000 kg, അപ്പോൾ നമുക്ക് RN കിട്ടി. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തത് 10 മീറ്റർ ആയിരുന്നു. അതുകൊണ്ട് S = 10 മീറ്റർ എടുത്തു. 5 സെക്കൻഡ് കൊണ്ടായിരുന്നു അത് മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് T = 5 സെക്കൻഡ് എന്ന് കിട്ടി. അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.3 ആയിരുന്നു. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ പവർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്ത് വേണം? ഇക്വേഷൻ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം ആണ് വേണ്ടത്. അപ്പോൾ വർക്ക് ഡൺ നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഏതാ വരിക? വർക്ക് ഡൺ = ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വരിക. അപ്പോൾ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏത് ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതായിരുന്നു? F = mu × Rn. അപ്പോൾ F = mu Rn ആയതുകൊണ്ട് mu നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 0.3. Rന് 2000 kg. ഓക്കെ, അത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഫോഴ്സ് നമുക്ക് കിട്ടി 600 kg ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വർക്ക് ഡൺ ആണ്. അപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞത്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു 600 kg. ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്, 10 മീറ്റർ ആണ് അത് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 10 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ 6000 kg മീറ്റർ നമുക്ക് എന്ത് കിട്ടി? വർക്ക് ഡൺ കിട്ടി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന പവർ ആണ്. പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ നമുക്ക് നേരെ അത് ചെയ്യാം. വർക്ക് ഡൺ പവർ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടൈം ആയിരുന്നു. വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചു. ടൈം നമുക്ക് എത്ര തന്നിട്ടുണ്ടായിരുന്നു? സെക്കൻഡ്, 5 സെക്കൻഡ്.
അപ്പോൾ 6000 ഡിവൈഡ് ബൈ 5 സെക്കൻഡ്. അപ്പോൾ നമുക്ക് കിട്ടി 1200 kg/s. പക്ഷെ നമ്മളോട് ഹോഴ്സ് പവർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ HP യിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ ഹോഴ്സ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി 1 HP എന്ന് പറഞ്ഞാൽ 75 kg/s ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ട്? 1200 kg/s ആണ്. അപ്പോൾ അതിൽ HP യിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? 1200 ഡിവൈഡ് ബൈ 75. അപ്പോൾ നമുക്ക് ആ വാല്യൂ എന്തിലേക്ക് മാറി? ഹോഴ്സ് പവറിലേക്ക് മാറി. അതാണ് 16 HP. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലം. ഹോഴ്സ് പവർ കണ്ടുപിടിക്കാനായിരുന്നു. ഹോഴ്സ് പവർ കണ്ടുപിടിക്കാൻ ഏത് വേണമായിരുന്നു? വർക്ക് ഡൺ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വർക്ക് ഡൺ കണ്ടുപിടിച്ചു. വർക്ക് ഡൺ പക്ഷെ കണ്ടുപിടിക്കാൻ ഏത് വേണമായിരുന്നു? ഫോഴ്സ് വേണമായിരുന്നു. അപ്പോൾ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം ഫോഴ്സ് കണ്ടുപിടിച്ചു, അതിനുശേഷം വർക്ക് ഡൺ കണ്ടുപിടിച്ചു. വർക്ക് ഡണ്ണിൽ നിന്ന് പവറിലേക്ക് എത്തി. പവറിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് kg/s ആണ്. അപ്പോൾ പക്ഷെ നമുക്ക് ആൻസർ വേണ്ടിയിരുന്നത് HP യിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ HP യിലേക്ക് മാറ്റിയത്. HP യിലേക്ക് മാറ്റാൻ വേണ്ടി ആ കൺവേർഷൻ ഓർത്ത് വെച്ചേക്കുക. 1 HP എന്ന് പറയുന്നത് 75 kg/s ആണ്. അപ്പോൾ 1 HP എന്ന് പറഞ്ഞാൽ 75 kg/s ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയത് 1200 kg/s ആയിരുന്നു. അപ്പോൾ 1200 kg/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HP യിലേക്ക് മാറ്റുമ്പോൾ 75 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 16 HP കിട്ടി. അപ്പോൾ ആ ബോഡി മൂവ് ചെയ്യാൻ വേണ്ടി എത്ര പവർ വേണം? 16 ഹോഴ്സ് പവർ വേണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുക. ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ചെയ്ത ഈ പ്രോബ്ലംസ് എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഈ പ്രോബ്ലംസ് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി ചെയ്യുവാൻ വേണ്ടിയത് എന്താണ്? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച തിയറി പാർട്ടിന്റെ വീഡിയോ നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് അത് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നേരെ ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരിക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. കണ്ടുപിടിക്കാനുള്ള ഏതാണെന്ന് നോക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കണ്ടുപിടിക്കാനുള്ള എഴുതി വെക്കുക. അതിനുശേഷം കണ്ടുപിടിക്കാനുള്ള തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. അതിനുശേഷം അതെല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ 10 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ 10 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവരും മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുക. താങ്ക് യു.